കോഴിക്കോട് ചികിത്സയ്ക്കെത്തിച്ച പ്രതി ബീച്ച് ആശുപത്രിയിൽ നിന്നും ചാടിപ്പോയി. ജില്ലാ ജയിൽ റിമാൻഡിലായ ഷഹ്റീസാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. പ്രതിയെ മൂന്നലിംഗിൽ നിന്നും നാട്ടുകാരുടെ സഹായത്തോടുകൂടി പിടികൂടി. റിയാസ് KMR ചേരുന്നു വിവരങ്ങളുമായി. റിയാസ്, ഈ ഒരു ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിച്ച പ്രതിയാണ് ചാടിപ്പോയത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കല്ലായി സ്വദേശിയായിട്ടുള്ള ഷഹറീസ്, ഈ ഫെബ്രുവരി 6-നാണ് ഷഹറീസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടക്കാവ് പോലീസാണ് അന്ന് അറസ്റ്റ് ചെയ്തത്. അത് നമ്മൾ നേരത്തെ വാർത്തയായിട്ട് നൽകിയതുമാണ്. ആ ഷഹറീസ് പിന്നീട് റിമാൻഡിലായി ജില്ലാ ജയിലിൽ കഴിയുകയായിരുന്നു. നേരത്തെ MDMA ലോഡ്ജിൽ വെച്ച് MDMA ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അന്ന് ഷഹറീസിനെയും കൂട്ടാളികളെയും ഒക്കെ നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. ഈ ഷഹറീസ് എന്ന് പറയുന്നത് കോഴിക്കോട് നഗരത്തിലെ ലഹരി കണ്ണികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ഷഹറീസ്. ഈ കല്ലായി സ്വദേശിയായ ഷഹറീസിനെ അന്ന് റിമാൻഡ് ചെയ്തു. അതിനുശേഷം ഇയാള് കോഴിക്കോട് ജില്ലാ ജയിലിൽ തടവിൽ കഴിയുന്നതിനിടെ ഇന്ന് രാവിലെ പല്ലുവേദനയുണ്ട് എന്ന് പറയുകയും ആ പല്ലുവേദനയെ തുടർന്ന് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് ഇയാളെ എത്തിക്കുകയുമായിരുന്നു. ആ ബീച്ച് ആശുപത്രിയിലെ പരിശോധനയ്ക്കിടെയാണ് പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ച് അവിടെ ആശുപത്രിയിൽ ഇരിക്കുന്നതിനിടെ പ്രതി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രതി ആശുപത്രിക്ക് പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. അതിന് പിന്നാലെ തന്നെ മൂന്നാലിങ്കൽ ഭാഗത്തേക്കാണ് പ്രതി ഇറങ്ങി ഓടിയത്. ഇതോടുകൂടി പോലീസ് ഇതറിഞ്ഞതോടുകൂടി പ്രതിയുടെ പിന്നാലെ ഓടി. ഇത് കണ്ട് നാട്ടുകാരും വിവരമറിഞ്ഞ് പോലീസിനെ സഹായിക്കാൻ എത്തി. അങ്ങനെ നാട്ടുകാരുടെ സഹായത്തോടുകൂടി പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഈ ലഹരി മരുന്ന് കേസിൽ തന്നെ NDPS കേസിൽ ഉള്ള ഒരു പ്രതിയാണ് ഈ ഷഹറീസിനെയും കൂട്ടാളികളെയൊക്കെ ഫെബ്രുവരി 6-ന് ലോഡ്ജ് മുറിയിൽ വെച്ച് അറസ്റ്റ് ചെയ്ത ആളാണ് ഇന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച് വീണ്ടും പിടിയിലായിരിക്കുന്നത്. ശരി, എന്നാലും കോഴിക്കോടാണ് ചികിത്സയ്ക്കെത്തിച്ച പ്രതി ബീച്ച് ആശുപത്രിയിൽ നിന്നും ചാടിപ്പോയത്. ജില്ലാ ജയിലിൽ റിമാൻഡിലായ ഷഹ്റീസാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഏതായാലും പ്രതിയെ മൂന്നലിംഗിൽ നിന്നും നാട്ടുകാരുടെ സഹായത്തോടു കൂടി പിടികൂടിയിട്ടുണ്ട്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.